എന്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? ആറ്റുകാൽ ക്ഷേത്ര ഉൽപ്പത്തിയെ പറ്റിയാണ് ഇന്ന് ക്ഷേത്ര ചരിത്രങ്ങളിൽ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്താം. ലോക പ്രശസ്തമാണ് ആറ്റുകാൽ പൊങ്കാല. സ്വന്തം കൈയാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള അവസരമായാണ് ഭക്തർ പൊങ്കാലയെ കണക്കാക്കുന്നത്. മനഃശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവിയാണ് ഭക്തർക്ക് ആറ്റുകാലമ്മ. ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ് പ്രകാരം മതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. ഇത്രത്തോളം പ്രശസ്തമായ പൊങ്കാല ചടങ്ങ് ഇന്ത്യയിലും അപൂർവമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. അവ ഇങ്ങനെയൊക്കെ പ്രചരിക്കപ്പെടുന്നു. മുല്ലവീട്ടിൽ കാരണവരും ദേവിയും. മുല്ലവീട്ടിൽ കാരണവർക്ക് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകിയതിലൂടെ നിർമ്മിച്ച ക്ഷേത്രമാണ് ആറ്റുകാൽ എന്നതാണ് പരക്കെയുള്ള ഒരു വിശ്വാസം. കരമനയാറ്റിൽ കുളിക്കാൻ പോയ മുല്ലവീട്ടിൽ കാരണവർ അവിടെ തേജസ്സാർന്നൊരു പെൺകുട്ടിയെ കാണാനിടയാകുകയും കുട്ടി കാരണവരോട് ആറുകടക്കാൻ സഹായം ചോദിച്ചപ്പോൾ കാരണവർ കുട്ടിയെ സഹായിച്ചുവത്രേ. കുട്ടിയുടെ അപൂർവ തേജസ് കണ്ട് കാരണവർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഉണ്ടായി. കുട്ടിക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കാനായി വീട്ടുകാരോട് പറഞ്ഞേൽപ്പിച്ചെങ്കിലും ഭക്ഷണം പാകമായപ്പോഴേക്കും ആ കുട്ടി അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അതേ ദിവസം രാത്രി തറവാട്ടുകാരനവർക്ക് പകൽ കണ്ട ബാലികയുടെ സ്വപ്ന ദർശനമുണ്ടായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര നിർമ്മിതിയെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള കാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 3 സ്വർണ്ണവരകൾ കാണുമെന്നും അവിടെ തനിക്കായൊരു ഇരിപ്പിടം പണിയേണ്ടതുണ്ടെന്നുമാണ് ബാലികാരൂപത്തിലുള്ള ദേവിയുടെ അരുളപ്പാട്. കാരണവർ സ്ഥലം പരിശോധിച്ചപ്പോൾ അടയാളം കാണുകയും അവിടെ ദേവിക്കായി ആരാധനാലയം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രമായി പിന്നീട് പുതുക്കി പണിതതെന്ന് പറയപ്പെടുന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുൻകൈയെടുത്താണ് ഇന്ന് കാണുന്ന ഈ വിഗ്രഹവും അമ്പലവും പണി കഴിപ്പിച്ചത്. ചിലപ്പതികാരവും ആറ്റുകാലും അഥവാ കണ്ണകിയും കോവിലനും. മറ്റൊരു വിശ്വാസം നിലവിലുള്ളത് തമിഴ് സാഹിത്യം ചിലപ്പതികാര കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഭർത്താവായ കോവിലന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ധനമെല്ലാം നഷ്ടപ്പെട്ടതോടെ കണ്ണകി എന്ന പതിവ്രതയായ സ്ത്രീക്ക് ഒടുവിൽ തന്റെ ശേഷിച്ച ഏകസ്വത്തായ ചിലമ്പു വിൽക്കേണ്ടി വന്നു. ഭർത്താവിന്റെ പക്കൽ ചിലമ്പു വിൽക്കുവാൻ കൊടുത്തയച്ച കണ്ണകിക്ക് കേൾക്കേണ്ടി വന്നത് കോവിലിന്റെ മരണവാർത്തയായിരുന്നു. മധുര രാജ്യം വാണിരുന്ന പാണ്ഡ്യരാജാവിന്റെ പത്നിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. കോവിലൻ വിൽക്കാനായി കൊണ്ടുപോയ ചിലമ്പ് റാണിയുടെ ചിലമ്പുമായി സാമ്യമുള്ളതിനാൽ ചിലമ്പ് മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് രാജാവ് കോവിലന് വധശിക്ഷ നൽകിയത്. വിവരമറിഞ്ഞ കണ്ണകി മധുരാപുരിയിലേക്ക് ഓടി. അവൾ തന്റെ പക്കലുണ്ടായിരുന്ന ഒറ്റ ചിലമ്പ് രാജസന്നിധിയിൽ എറിഞ്ഞുടച്ചു. ചിലമ്പിൽ നിന്നും മാണിക്യക്കല്ലുകൾ വീണു ചിതറി. രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി. കാരണം റാണിയുടെ നഷ്ടപ്പെട്ടു പോയ ചിലമ്പിനുള്ളിലെ മണികൾ മുത്തുകൾ കൊണ്ടുള്ളതായിരുന്നു. ശരിയായ അന്വേഷണം കൂടാതെ തന്റെ ഭർത്താവിനെ കള്ളനാക്കി വധിച്ച രാജാവിനെ കണ്ണകി ശപിച്ചു. കണ്ണകിയുടെ പ്രതികാരം. കണ്ണകിയുടെ ചാരിത്രശുദ്ധിയിൽ നിന്നുയർന്ന അഗ്നിയിൽ മധുരയുടെ രാജപ്രതാപങ്ങൾ എരിഞ്ഞടങ്ങി. കണ്ണകി മുക്തി നേടുകയും ചെയ്തു. എന്നാൽ മധുരയുടെ ദഹനത്തിന് ശേഷം കണ്ണകി ബാലികാരൂപത്തിൽ കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കി വഞ്ചിനാട്ടിലേക്ക് തിരിച്ചെന്നും യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിക്കായി സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചുവെന്നും പറയപ്പെടുന്നു. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിയാണ് മുല്ലവീട്ടിൽ കാരണവരുടെ സ്വപ്നത്തിൽ ബാലികാരൂപത്തിൽ വന്നതെന്നും തനിക്കായി ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതെന്നും വിശ്വാസമുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണകിയുടേതാണ്. അതേസമയം തന്നെ ഭദ്രകാളിയായും ഭഗവതിയായും ഭക്തർ ഇവിടുത്തെ ദേവിയെ ആരാധിക്കുന്നു. വിശ്വാസികൾക്ക് ദേവി ആറ്റുകാലമ്മയാണ്. വടക്കോട്ടാണ് ദേവിയുടെ ദർശനം. തടിയിലാണ് വിഗ്രഹം തീർത്തിരിക്കുന്നത്. ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ. ഞങ്ങളുടെ ഈ സനാതന ധർമ്മ പ്രചാരണ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക. അയക്കേണ്ട അഡ്രസ്: ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കൈപ്പറമ്പ് ബ്രാഞ്ച്, തൃശൂർ, കേരള. അക്കൗണ്ട് നമ്പർ 37126736188. IFSC കോഡ് CBIN 0284955.